തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒത്ത ഒരു എതിരാളി ഇല്ല എന്നുള്ള ഒരു പ്രതീതിയാണ് പൊതുവെ ഉണ്ടാവുന്നത്. രാഹുൽ ഗാന്ധിക്ക് ദേശീയ തലത്തിൽ ചാർത്തി കൊടുത്തിട്ടുള്ളതും ആ ഒരു സംഭവം തന്നെയാണ്. അതായത് ഏതെങ്കിലുമൊക്കെ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് പോലും നരേന്ദ്രമോദിയുടെ ആ ഒരു ഗ്രാഫിലേക്ക് എത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയാറില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടക്കം പറയുന്നുണ്ട്. അതിപ്പോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാലും ഒരു തെരഞ്ഞെടുപ്പ് പര്യടനത്തിനൊന്നും തന്നെ ചാർട്ട് ചെയ്തല്ല. അതായത് ആ സംസ്ഥാനത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് രാഹുൽ ഗാന്ധിയെ വിളിച്ചാൽ സമയത്ത് വരില്ല. ചിലപ്പോൾ വിദേശ രാജ്യത്ത് പോകും. ചിലപ്പോൾ ആ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പര്യടനവുമായി ബന്ധപ്പെട്ട് എത്തിയാലും തന്നെ ജനങ്ങളോടൊന്നും വലുതായിട്ട് സംസാരിക്കാനൊന്നും രാഹുൽ ഗാന്ധി താല്പര്യപ്പെടാറില്ല. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഏതെങ്കിലുമൊക്കെ കടകളിൽ കയറി ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു ദൃശ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒന്നേ പുഴയിലോ തോട്ടിലോ ഒക്കെ ചാടുന്നതായിരിക്കും, അല്ലെങ്കിൽ മീൻപിടുത്തക്കാരോടൊപ്പം മീൻ പിടിക്കാനൊക്കെ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു കോൺഗ്രസിന്റെ ഒരു അമരക്കാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി എപ്പോഴും ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള നാണക്കേട് അല്ലെങ്കിൽ തിരിച്ചടി വരുന്നുണ്ട്. ഇപ്പോഴത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ നരേന്ദ്രമോദി മൂർച്ചയേറിയ വാക്കുകൾ രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിക്കുന്നു. അതൊന്നും പേരെടുക്കാത്ത രീതിയിൽ, അതായത് പേരെടുത്ത് പറയാതെ തന്നെ രാഹുൽ ഗാന്ധി കൊള്ളേണ്ട ആരെയാണോ വിമർശിക്കേണ്ടത് അവരെ തന്നെ കൃത്യമായി വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ ആണെങ്കിൽ പാകിസ്ഥാന് നേരെ കൃത്യമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സന്ദേശം പാകിസ്ഥാന് നൽകുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് എന്ത് വാഗ്ദാനമാണോ BJP ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉന്നയിക്കാൻ പോകുന്നത് അതെല്ലാം കൃത്യമായി തന്നെ അവരുടെ മനസ്സിലേക്ക് കൊള്ളുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ അറിഞ്ഞുകൊണ്ട് BJP ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ BJPക്ക് നരേന്ദ്രമോദി എന്ന നിലയിൽ ആ ഒരു വ്യക്തി ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു ആകർഷണമായി മാറുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി എപ്പോഴും ഒരു കുട്ടിത്തം ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലേക്കാണ് ജനങ്ങൾ കാണുന്നത്. എന്നാൽ സമീപകാലത്ത് വിദ്യാർത്ഥി സമരത്തെ അനുകൂലിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം നടത്തിയ മിന്നൽ പ്രതിഷേധം അടക്കമുള്ള നീക്കങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായയ്ക്ക് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ഒരു തിളക്കം കൂടിയിട്ടുണ്ട് എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ആരാവും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കുക എന്ന ചോദ്യത്തിന് പോൾ ട്രാക്കർ മൂഡ് ഓഫ് ഇന്ത്യ 2026 സർവേയിൽ ലഭിച്ച ഉത്തരങ്ങൾ നമുക്കൊന്ന് വിശദീകരിക്കാം. അതിൽ പറയുന്നത് പോൾ ട്രാക്കർ സർവേയിൽ പങ്കെടുത്ത കൂടുതൽ പേരും അടുത്ത പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയാണ്. ഈ 58% പേരും രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതേസമയം നിലവിൽ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തന്നെ മതിയെന്നും ആ പദവിയിൽ തന്നെ തുടരണമെന്നും 42% പേർ നരേന്ദ്രമോദിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഭാവിയിലെ നേതാവായി യുവാക്കൾ ആരെ കാണുന്നു എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കാണ്. ഇത് ജൻസികൾക്കിടയിൽ നടത്തിയ ഒരു സർവേയാണ്. ആ സർവേയിലാണ് രാഹുൽ ഗാന്ധിക്ക് കൂടുതലായിട്ടുള്ള ഒരു പിന്തുണ ലഭിക്കുന്നത്. എന്നാൽ 69% പേരാണ് രാഹുലിന്റെ ഭാവിയുടെ നേതാവായി രാഹുലിനെ കാണുന്നത്. അതേസമയം 23% പേർ നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്നുണ്ട്. 2% പേർ പ്രാദേശിക നേതാവിനെയും 6% പേർ ഇവരാരുമല്ലാത്ത മറ്റൊരു നേതാവിനെയും പിന്തുണയ്ക്കുന്നു. ഏറ്റവും ജനപ്രിയ നേതാവ് ആര് എന്ന ചോദ്യത്തിന് 58% പേരുടെ പിന്തുണ രാഹുൽ ഗാന്ധിക്കും 36% പേരുടെ പിന്തുണ നരേന്ദ്രമോദിക്കും ലഭിച്ചിരിക്കുന്നു. 6% പേരാണ് മറ്റുള്ളവരെ പിന്തുണച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന് നല്ലത് എന്ന് 61% പേരും മോശമെന്ന് 39% പേരും അഭിപ്രായപ്പെടുകയാണ്. പ്രധാനമന്ത്രിയെ എന്ന നിലയ്ക്ക് നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിന് നല്ലതെന്ന് 43% പേരും മോശമെന്ന് 47% പേരും അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. നീറ്റ് ക്രമക്കേടിന് എതിരായ സമരത്തിലൂടെ യുവാക്കൾക്കിടയിൽ സെൻസേഷനായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യത്തെ യുവാക്കളുടെ ശബ്ദമാണോ എന്ന ചോദ്യത്തിന് അതെ എന്നാണ് 59% പേരുടെയും അഭിപ്രായം. CJP യുവാക്കളുടെ ശബ്ദമല്ലെന്ന് 32% പേരും പറയാനാകില്ലെന്ന് 9% പേരും അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ജൻസികൾക്കിടയിൽ നടത്തിയ ഒരു അഭിപ്രായ സർവേയാണ്. ഈ അഭിപ്രായ സർവേയിൽ പലതരത്തിലുമുള്ള വ്യത്യാസങ്ങൾ വരാം. അതൊക്കെ പലതരത്തിൽ, അതായത് 2014 മുതൽ തന്നെ നരേന്ദ്രമോദിക്ക് നേരെ വലിയ രീതിയിലുള്ള, അപ്പോൾ പൗരത്വം ഭേദഗതി ആയിരുന്നാലും ശരി തന്നെ, കർഷക സമരമായിരുന്നാലും ശരി തന്നെ, ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ട് നടപ്പാക്കിയപ്പോഴും ആ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോഴും ഒക്കെ വലിയ രീതിയിൽ മോദിക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അന്നൊക്കെ ഇതുപോലത്തുള്ള പല സർവേകളും വന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഒരു വോട്ട് 1 ലക്ഷം വന്നു കഴിഞ്ഞാൽ BJPക്ക് അടി പതറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ ഒരു തരത്തിലുമുള്ള ഒരു കോട്ടം ഒന്നും തട്ടാതെ നരേന്ദ്രമോദി വീണ്ടും ഉയർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്.